So this is my hostel vacating vlog. So yeah. അപ്പം നമ്മൾ നമ്മുടെ കോളേജിൻ്റെ ഫൈനൽ ഇയറിലാണെന്ന് ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയ സ്റ്റെപ്പാണ്, ദാറ്റ് ഈസ് ഹോസ്റ്റൽ വെക്കേറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ഹോസ്റ്റലിൽ ആകെയുള്ളത് 7 ദിവസങ്ങൾ. ഇനി 7 ദിവസം കൂടെ നമുക്ക് ഈ ഹോസ്റ്റലിൽ നിന്നാൽ മതി. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബിസിയാണ്, ഫുൾ ടൈം പഠിച്ച് ഫുൾ ടൈം ബിസിയാണ്. പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഹോസ്റ്റൽ വ്ളോഗ് ഇടുന്നതായിരിക്കും. ഹായ് ഗായ്സ്, അപ്പം നമുക്കിനി ഹോസ്റ്റലിൽ എത്ര ദിവസം കൂടെ ഉണ്ടെന്ന് നോക്കാം. എത്ര ദിവസം ഉണ്ട് റോസേ? 6 ദിവസം. 6 ദിവസം കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകുന്നു. നമുക്ക് എല്ലാ ദിവസവും ഇനി മുതൽ ഈ ഹോസ്റ്റലിനെ പറ്റി ഒരു ഗുഡ് പോയിന്റും പറയാം, ഒരു ബാഡ് പോയിന്റും പറയാം. കജിന് എന്ന് പറയാനുള്ള ഗുഡ് പോയിന്റ് എന്താ? ഗുഡ് പോയിന്റ് ഇവിടുത്തെ ആൾക്കാർ, ഐ മീൻ ഫ്രണ്ട്സ്. എനിക്കിവിടെ ഗുഡ് പോയിന്റ് ആയിട്ട് തോന്നുന്നത്, ഞാൻ മുന്നും 2-3 ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് എനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നി. ഗുഡ് പോയിന്റ് ഇവിടെ ക്ലീനിങ് നല്ലതാണ്, ലൈക് ഫ്ലോർ ക്ലീനിങ് എല്ലാ ദിവസവും പറയണ്ടേ? ഓക്കെ, അപ്പൊ ഇനി ഒരു ബാഡ് പോയിന്റ്. റോൾ കോൾ. വേറെ ബാഡ് പോയിന്റ് പറ. ഇവിടുത്തെ വേറെ ബാഡ് പോയിന്റ് എന്താ? ഞങ്ങൾ 3ാമത്തെ നിലയിലാണ്, ഞങ്ങൾക്ക് എപ്പോഴും താഴെ പോകണം. അത് നമ്മുടെ പ്രശ്നമാണ്, അത് കോളേജിന്റെ പ്രശ്നമല്ല. വേറെന്താ ബാഡ് പോയിന്റ്? നമുക്ക് ഇതിനെ പറ്റി ബാഡ് പോയിന്റ് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലേ? പക്ഷെ കുറെ ബാഡ് പോയിന്റ്സ് ഉണ്ടല്ലോ. വേറെന്താ ബാഡ് പോയിന്റ്? എന്താ ബാഡ് പോയിന്റ്? ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്. ആ കാണുന്നതാണ് ദേവുവിന്റെ റൂം. ദേവു ഒട്ടും സപ്പോർട്ടീവ് അല്ല എൻ്റെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതെന്താന്ന് എനിക്കറിയില്ല, അസൂയാന്ന് തോന്നുന്നു. ദേവ് ഒരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അലക്കുന്ന ഏരിയ. അപ്പം ഞാൻ ഇവിടെ എപ്പോഴും തുണി ഫിൽഡ് ആയിരിക്കും, കാരണം ഹോസ്റ്റലിൽ കുറേ പിള്ളേരുണ്ട്. വേറെയും ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് ഇതായതുകൊണ്ട് ഞങ്ങൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴയൊന്നുമില്ല, ഇന്ന് ഫുൾ നല്ല മഴയായിരുന്നു. മഴയ്ക്കുള്ളപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ്. ഹായ് ഗായ്സ്, ഇനി നമുക്ക് ഈ ഹോസ്റ്റലിന് ഒരു 5 ദിവസം. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ എക്സാമിന് മുന്നത്തെ എക്സാമാണ്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോകണം ഗൈസ്. അപ്പോൾ ബൈ. മിണ്ടാതിരിക്കും. ഓക്കെ, ഹായ് ഗായ്സ്. ഒന്നുകൂടെ ഒരുമിച്ച് ഹായ് പറയാം. ഓക്കെ 3, 2, 1 ഗോ. ഹായ് ഗായ്സ്. അപ്പം ഇനി നമുക്ക് ഈ ഹോസ്റ്റലില് 5 ദിവസം. അയ്യോ ഗൈസ് മാറിപ്പോയി. നല്ല വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോ നമ്മൾ ആ വീഡിയോ ഇടുമായിരിക്കും, പക്ഷെ ശരിക്കും 5 ദിവസമല്ല, ഇനി 4 ദിവസം. അപ്പൊ നമ്മൾ ഇവിടുത്തെ വെക്കേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ പയ്യെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ദൈവം കോളേജിൽ പോവാണ്. കുറച്ച് ഫോം ഒക്കെ ഉണ്ട്, ഫോം കാണിച്ചു തരായിരുന്നു, പക്ഷെ അത് കാണാനൊന്നുമില്ല. അപ്പം കോളേജ് ഹോസ്റ്റൽ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പം യെസ്, ഞാൻ ഓഫീസിൽ പോവാണ് അടുത്ത പ്രൊസീജിയേഴ്സിനൊക്കെ ആയിട്ട്. എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിന്നെ ദേവുവിന്റെ ചാനലിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി എന്റെ ചാനലിൽ കാണുന്നെങ്കിൽ ദേവുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഹോസ്റ്റലില് 3 ദിവസം കൂടെ. അപ്പം ഇന്നൊരു പ്രശ്നം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിന്റെ മുകളിൽ മരപ്പെട്ടി ഉണ്ടെന്ന്. മരപ്പെട്ടിനെ പിടിക്കാൻ വരും. നിങ്ങൾ പറ്റുമെങ്കിൽ ഞങ്ങളത് കാണിച്ചു. അതെ, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു മരപ്പെട്ടി പിടിക്കുന്ന വ്ളോഗ് കാണാം. മരപ്പെട്ടി വ്ളോഗ്. യെസ് ഗൈസ്. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഫിസാറ്റിലെ വാഷ്റൂം ഗൈസ്. മിററൊക്കെയാണ് ഗൈസ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റൊരു മിററേ ഉള്ളൂ. അപ്പോൾ രാവിലെയൊക്കെ ഇവിടെ നല്ല തിരക്കം ഉണ്ടാവാറുണ്ട്. പിന്നെ മിക്കവരുടെ റൂമിൽ തന്നെ മിറേഴ്സ് ഒക്കെ ഉണ്ട്. ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാരംസ് ആണ്, കളിക്കാറില്ല പക്ഷേ അതുകൊണ്ട് ഇവിടെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കാണ്. നമ്മുടെ ഹോസ്റ്റലിനെ പറ്റി ഒരു നല്ല കാര്യം, ഒരു മോശം കാര്യം. ചീത്തക്കാരെ ഫസ്റ്റ് പറഞ്ഞാലും യെസ് പറഞ്ഞു അതൊക്കെ ഒന്ന് മാറ്റണം.
എന്താ മാറ്റണ്ടേ? നിറച്ചും പ്രാണികൾ. ആ, പ്രാണികളുണ്ട്, ഒരുപാട് പ്രാണികളുണ്ട്. യെസ്. നല്ല ഫ്രണ്ട്സിനെ കിട്ടും, നല്ല ബോണ്ടിങ്. ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 എത്രയിലും മിസ് ചെയ്യും? 10. കജു എത്ര മിസ് ചെയ്യും? ഞാൻ 10 ഒന്നും മിസ് ചെയ്യില്ല. ആൾക്കാരെ മിസ് ചെയ്യും, ഉറപ്പായിട്ട് ആൾക്കാരെ മിസ് ചെയ്യും. പക്ഷെ ഒരിക്കലും ഈ പ്ലേസ് മിസ് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാണ് കജു ഈ പ്ലേസ് ഒരിക്കലും മിസ് ചെയ്യാത്തത്? ഐ ഡോണ്ട്. എനിക്കിവിടെ കയറുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജിയാണ് ഹോസ്റ്റലിൽ വരുമ്പോൾ തന്നെ. ബട്ട് എനിക്ക് ആൾക്കാരെ എന്തായാലും മിസ് ചെയ്യും. എനിക്ക് നല്ല കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ റൂം കാണിച്ചു തരാൻ പോവാണ് നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം നമ്പർ 322. കയറി വരുമ്പം തന്നെ നമുക്കിവിടെ 3 ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് എന്റെ ടേബിൾ. 3 കട്ടിലുണ്ട്. ഇതാണ് റോസിന്റെ കട്ടിൽ. ഇതാണ് എന്റെ കട്ടിൽ. ഇത് നമ്മൾ സാധനമൊക്കെ വെക്കുന്ന കട്ടിൽ. ആൻഡ് ദിസ് ഇസ് കജുവിന്റെ കട്ടിൽ. ആൻഡ് ഇതാണ് നമ്മളുടെ വിൻഡോ. 3 ഷെൽഫ് ഉണ്ട്, 3 പേർക്ക് വെക്കാൻ. ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ റൂമൊക്കെ കുറച്ച് മെസ്സി ആയിട്ടിരിക്കുകയാണ്. കുറച്ചെല്ലാം നല്ല മെസ്സി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഒരു മനസ്സായി. നമ്മളൊക്കെ ഫുൾ വെക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് അതാണ് ഇത്ര മെസ്സി ആയിട്ടിരിക്കുന്നല്ലേ. അതെ, നമ്മളെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി വെക്കേറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിട്ട്. അല്ല, എന്താണെങ്കിലും വെക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഗൈസ്. യെസ്, നമ്മൾ കുറെ നാളെ പറ്റി ഇങ്ങനെ പറയായിരുന്നു, നമ്മളിങ്ങനെ പോകുന്ന ദിവസം ഇനി എപ്പോഴാ വരാന്ന്. അങ്ങനെ ഫൈനലി ആ ദിവസം വരാനായിരിക്കുന്നു. യെസ്, അപ്പൊ ഇനി 2 രാത്രികൾ കൂടെ ഞങ്ങൾക്ക് ഈ ഹോസ്റ്റലുള്ളൂ. വെറും 2 രാത്രികൾ. സ്മൃതി ഹോസ്റ്റലിന് മുമ്പ് ഇവിടെ മിസ് ചെയ്യോ? ഈ അലക്കുകല്ലുകൾ മിസ് ചെയ്യോ? ഉറപ്പായിട്ടും ഞാൻ മിസ് ചെയ്യും ഗൈസ്. പിന്നെ ഞാൻ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും. ഇവിടെ ഒരു സുഖമില്ല, അത് തന്നെയാണ് വലിയ കുറ്റം. ഒരു നല്ലൊരു കാര്യം എന്താ നമ്മുടെ ഹോസ്റ്റലിനെ പറ്റി? എന്താ നല്ല കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല ഇവിടെ. പക്ഷെ ചെയ്യും, അതെ, എന്നിട്ടും ഞാൻ മിസ് ചെയ്യും. പോവല്ലേ വിൻഡ്രയ്ക്ക് ഹോസ്റ്റലിനെ പറ്റി ഇഷ്ടമുള്ള ഒരു കാര്യം പറ. എനിക്ക് ഒന്നിനെയും പറ്റി അധികം ഇഷ്ടമില്ല, അധികം ഇഷ്ടകരമില്ല. മിസ് ചെയ്യോ ഈ ഹോസ്റ്റല്? ഒരിക്കലും മിസ് ചെയ്യില്ല. ഞങ്ങളെ മിസ് ചെയ്യോ വിൻഡ്രി? എന്നെ മിസ് ചെയ്യോ വിൻഡ്രി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീയില്ലേ, എനിക്ക് എന്താ പറയാ, അക്വന്റൻസിന്റെ റിലേഷൻഷിപ്പ് എനിക്ക് നീ തമ്മിലുള്ളൂ. നിനക്ക് തോന്നണേ എനിക്ക് ഇവിടെ തമ്മിൽ അതിൽ കൂടുതൽ റിലേഷൻഷിപ്പ് നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഇനി കൃഷ്ണയ്ക്കോ? നമ്മുടെ ഹോസ്റ്റലിനെ പറ്റി ഒരു ഗുഡ് പോയിന്റും പറയണം, ഒരു ബാഡ് പോയിന്റും പറയണം. ബാഡ് ആവശ്യത്തിലധികമുണ്ട്. എക്സാമ്പിൾ ഫുഡ്. അടുത്ത വാർഡൻ. ഫസ്റ്റിന് വാർഡൻ ഇഷ്ടമല്ല, ഫുഡ് തീരെ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ പോവാന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടി ഈ വീഡിയോ കാണുവാണെങ്കിൽ ആ കുട്ടിനോട് എന്താണ് പറയാനുള്ളത്? വരണ്ടാന്ന്. കാവ്യ പറ. കാവ്യക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ഹോസ്റ്റലിനെ പറ്റിയിട്ട്? എനിക്ക് ഹോസ്റ്റൽ ഏറ്റവും ഇഷ്ടം എനിക്ക് റോസിനെയാണ്. അല്ല, കജൂരെയാണ്. കജുവിന്റെ പേര് മറന്നുപോയി. ഞാൻ ഭയങ്കര അടിപൊളിയായതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് എന്താ, എനിക്ക് ഇവിടുത്തെ ബെഡിൽ ഉറങ്ങാൻ പറ്റാറില്ല. പിന്നെ ഈ സൈഡത്തെ അയ്യോ ഒന്നും കൂടെ പറയോ? എനിക്കിവിടെ കുളിക്കാൻ പറ്റാറില്ല. അതെന്താ വിൻഡ്രി? അതാ, ഞാൻ വീട്ടിലാണെങ്കിൽ ഇല്ലേ പോയി കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഇവിടെ എനിക്ക് അങ്ങനെ പറ്റൂല. ഇവിടെ അല്ലെങ്കിലും അങ്ങനെ പറ്റില്ല. വേഗം കുളിച്ചിട്ട് ഇറങ്ങണം. ഒരുപാട് പിള്ളേരില്ലേ? അത് നീ ഞാൻ കുളിക്കണ വേണ്ട. ഒന്നില്ലെങ്കിൽ ഞാനെങ്ങനെയാണ് ആരെങ്കിലും ഓബ്വിയസ്ലി കുളിന്റെ ഇടയിൽ വന്ന് മുട്ടും. സീക്രട്ട് ഞാൻ പറയട്ടെ, വിന്റർ കുളിക്കാറില്ല എന്നുള്ളത് യൂട്യൂബ് ചാനലിലൂടെ എല്ലാരും അറിയാം. വിന്റർ ഇവിടുന്ന് കുളിക്കാറേ ഇല്ല. അങ്ങനെയല്ല, ഇവിടുന്ന് കുളിക്കാറില്ലെന്നല്ല. വിൻട്രി 1 മണിക്ക് കുളിച്ചിരിക്കുന്നു. സത്യടി. പിന്നെ ഈ റൂമിൽ ഭയങ്കര ചൂടല്ലേ കൃഷ്ണ? ചൂടിനെ ഭയങ്കര ചൂടാ. പറ. ഫിസായിട്ട് AC വെക്കണം എന്ന് പറ. അതെ, നമ്മളിവിടെ മൊത്തം സെൻട്രലൈസ്ഡ് AC ആക്കണം. അതിനെ പറ്റി പറ. പറ 2 പേരും പറഞ്ഞോ. ഫുൾ കുറ്റങ്ങളും പറഞ്ഞോ. 3ാമത്തെ നിലയിലാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പോണം. 3 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും. കോളേജിൽ കുറച്ച് ടെക്നോളജി ആയിട്ട് അഡ്വാൻസ് സെൻസേഴ്സ് വെച്ചൂടെ? പഞ്ചിങ് സിസ്റ്റം. ഇവിടെ ഒരു പഞ്ചിങ് സിസ്റ്റം വെച്ചിട്ട് റോൾ കോൾ ഒഴിവാക്കണം എന്നാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകമായ സംഭവമാണ് റോൾ കോൾ. റോൾ കോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു ആചാരമാണ് എന്നാണ് ഇവര് പറയുന്നത്. അതെ, നമ്മള് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും 6 മണിക്ക് ഒരു ബെല്ലടിക്കും. അപ്പൊ നമ്മൾ ഈ മൊളിയിൽ നിന്ന് ഈ
നിലകളെല്ലാം താണ്ടിയിട്ട് നമ്മൾ താഴെ പോകണം. എന്നിട്ട് ഇവരുടെ ജസ്റ്റ് പ്രസന്റ് പറയലാണ് ഈ റോൾ കോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരറിയും നമ്മളിവിടെ ഉണ്ട് ഇല്ലെന്ന്. ഒളിച്ചോടി പോയാലോ? അതെ, നമ്മൾ ഒളിച്ചോടി പോയാലോ. നമ്മുടെ കോളേജിലത്തെ തേങ്ങ മുതല് എന്തൊക്കെയാ നിങ്ങൾ എടുത്ത് അടിച്ചു മാറ്റിട്ട് വന്നിട്ടുള്ളത്? പറഞ്ഞു കൊടുക്കൂ അഞ്ജലി. നമ്മൾ തേങ്ങ, റംബൂട്ടാൻ, സപ്പോട്ട, ബബ്ലൂസ് നാരങ്ങ, ലോലോലിക്ക, മാങ്ങ, അതാ ഫിസാറ്റിലെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രത്യേക ഗുണം. നമുക്ക് ഈ കോളേജിലുള്ള എല്ലാ സാധനവും അല്ല, പക്ഷെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ പറിച്ചു കഴിക്കാൻ പറ്റും. അപ്പൊ ഇവര് മിക്കതും പറിച്ചു കഴിച്ചിട്ടുണ്ട്. അതെ, ജാതിക്ക, ചാമ്പങ്ങ, ഇങ്ങോട്ടേക്ക് ഒരു കുട്ടി വരുവാണെങ്കിൽ ആ കുട്ടിയോട് എന്താ പറയാനുള്ളത്? ഞാൻ വന്നു എന്ന് പറയും. ഞാൻ പറയും ഫിസാറ്റിക്ക് വന്നോ, അടിപൊളിയാണ്, കുഴപ്പമില്ല. സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജിനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് കുറവൊക്കെയാണ്. പിന്നെ നല്ലതാ, നല്ല അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ടീച്ചേഴ്സ് ഒക്കെ നല്ലതാണ്. ആ ഹോസ്റ്റൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് വാർഡന്മാരൊക്കെ സൂപ്പറായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്ത് നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി അടിപൊളി. പുറത്ത് നിന്ന് അടിപൊളി ലൈഫൊക്കെ കിട്ടും. പക്ഷേ നല്ല കുറെ പേരുടെ കൂടെ വേണം പോയി നിൽക്കാൻ. ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടോ? അതെല്ലാം ഐഷു ആണ് ആക്കി വെച്ചേക്കുന്നത്. ഐഷു വരച്ചതാണ് ഗായ്സ്. അപ്പൊ ഇനി നമുക്ക് ഈ ഹോസ്റ്റൽ ആകെയുള്ളത് 2 ദിവസം കൂടെയാണ്. അപ്പം അപ്പം നമുക്ക് ഇവിടെയുള്ള ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ്. ഇനി നമുക്ക് ഈ ഹോസ്റ്റലിൽ ആകെയുള്ളത് 1 ദിവസം കൂടെ. അപ്പം ഇന്ന് രാത്രിയാണ് നമുക്ക് ഈ ഹോസ്റ്റലിൽ അവസാനമായിട്ട് കിടക്കാൻ പറ്റുന്നത്. അവസാനമായിട്ട് ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഇന്ന് രാത്രിയാണ്. യെസ്. സോ റോസ്, എന്താണ് നിനക്ക് ഹോസ്റ്റലിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഹോസ്റ്റല് ഒരുപാട് മെമ്മറീസ് തന്നിട്ടുണ്ട്, കുറേ ആൾക്കാരെ തന്നിട്ടുണ്ട്, കുറേ ഗുഡ് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്, കുറേ ബാഡ് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോകുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തോ ഒരു വിഷമമുണ്ട്. ഈ സ്ഥലം മിസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും പോകുമ്പോൾ. ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ എങ്ങനെയും ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അടുത്തായപ്പോൾ ഒരു ഹോസ്റ്റലിന് 10 ലെറ്റർ റേറ്റ് ചെയ്യും. ഒരു 10 ഞാൻ വലിയ റേറ്റിംഗ് ഒന്നും കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മീൻസ് 4th ഒന്നും ആയാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഓവറോൾ ഹോസ്റ്റൽ ഭയങ്കര നീറ്റാണ്. ഇവർ എല്ലാ 15 ഡേയ്സിലും റൂംസ് ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും ഇവർ കോറിഡോറും വാഷ്റൂമും എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യും. കമ്പാരിറ്റീവ്ലി ബാക്കി ഹോസ്റ്റൽസിൽ കിട്ടുന്ന ഫുഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ബെറ്റർ ആണ്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, അത്യാവശ്യം ചിക്കനും ഫിഷും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ എക്സാമിന്റെ ടൈമൊക്കെ ആണെങ്കിൽ അവർ രാത്രി ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ തരും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സർവീസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ കയറേണ്ടി വരും. ഭയങ്കര പാർഷ്യാലിറ്റി. ഗേൾസിൻ്റെയും ബോയ്സ് ഹോസ്റ്റലിലും ഒരേ ടൈപ്പ് ഓഫ് റൂൾസ് അല്ല. അത് ഞങ്ങൾക്ക് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ബോയ്സിന് 7 മണിക്ക് ഹോസ്റ്റലിൽ കയറിയാൽ മതി. പണ്ടൊക്കെ അവർക്ക് 8 മണിക്കായിരുന്നു. ഗേൾസിന് 6 മണിയാകുമ്പോൾ ഹോസ്റ്റലിൽ കയറണം. കോളേജിൽ പോലും 6 മണിക്ക് ശേഷം നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇത് എല്ലാ ഹോസ്റ്റലിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെയും അതുണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. ഹായ് ഗായ്സ്. പിന്നെ നമുക്ക് എക്സാം ഉണ്ട്, അതൊക്കെയാണ് കയ്യിൽ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഫിസാറ്റിലെയും അവസാനത്തെ ദിവസമാണ്. സോ നമുക്കിന്ന് എക്സാം ഉണ്ട്. ഞങ്ങളുടെ ലാസ്റ്റ് എക്സാമാണ്. നമ്മുടെ ബിടെക് ലൈഫ് കഴിയാണ്. സോ നമ്മൾ ഇത്രയും നേരം കൗണ്ട് ഡൗൺ ചെയ്ത് ലാസ്റ്റ് ആ നിമിഷം വന്നിരിക്കുകയാണ്. പോകാനായപ്പോൾ ഞാൻ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എക്സാമുകളെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ID കാർഡൊക്കെ നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പം ശരി ഗായ്സ്, ബൈ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഹോസ്റ്റലിൽ എത്തിച്ചിട്ട് ഫൈനൽ പ്രൊസീജിയേഴ്സ് ആണ്. ഞാൻ ഓഫീസിലേക്ക് പോവാണ്. കമോൺ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ID കാർഡൊക്കെ റിട്ടേൺ ചെയ്യാൻ പോവാണ്. എനിക്ക് നല്ല വിഷമം, വലിയ വിഷമമൊന്നുമില്ല, കുറച്ചൊക്കെ വിഷമം നേരത്തെ ഉണ്ടായിരുന്നു. വിഷമമൊക്കെ പോയി. അപ്പോൾ ഗൈസ് അങ്ങനെ ഈ ഹോസ്റ്റലിനോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അലമാരിയൊക്കെ കാലിയായി ഗൈസ്. സോ ദിസ് ചാപ്റ്റർ എൻഡ്സ് ഹിയർ. ഇതായിരുന്നു
കാർഡ് കാണാനില്ല. ആരെങ്കിലും കിട്ടിയ എനിക്ക് തിരിച്ചു തരണം. എന്റെ യൂട്യൂബ് ചാനൽ കമന്റ് ചെയ്താൽ മതി എന്ന് പറയാം. അതെ. സോ റോസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും.